സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന ഡയറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മേജറായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾ ഡയറ്റ് വേണം തുടങ്ങാൻ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റ് ഇല്ല. നിങ്ങൾ ഡയറ്റ് ഡിസൈൻ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് നിങ്ങളൊരു ബ്ലഡ് വർക്ക് ചെയ്യുക. ബ്ലഡ് വർക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ വൈറ്റമിൻസും മിനറൽസും നിങ്ങളുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉള്ള ഏത് വൈറ്റമിനാണ് ആ വൈറ്റമിൻ്റെ ഫുഡ് നിങ്ങളുടെ ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ ഡയറ്റിൽ മെയിനായിട്ട് കാർബ് ഒരുപാട് കാണില്ല, ഇച്ചിരി ആവശ്യത്തിൽ കൂടുതൽ പ്രോട്ടീൻ വേണം. നിങ്ങളുടെ ബോഡി വെയ്റ്റിൻ്റെ രണ്ടിരട്ടിയെങ്കിലും പ്രോട്ടീൻ വേണം. ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആളാണ് ഉറപ്പായിട്ട് അത്രയെങ്കിലും വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈഡിൽ കൊടുത്തേക്കുക. അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അല്ല ChatGPT ഇട്ട് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ മിസ് ഔട്ട് ആകുന്ന കാര്യമായിരിക്കും ഫൈബർ. എല്ലാവരും ചിക്കനും ചോറും മാത്രമേ കഴിക്കത്തുള്ളൂ. ലാസ്റ്റ് ഫൈബർ മിസ് ഔട്ട് ആയി പോകും. പക്ഷേ ഫൈബറും വേണ്ടതാണ്. അതിനുവേണ്ടി ഫ്രൂട്ട്സും എല്ലാം ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ഡയറ്റ് ഡിസൈൻ ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ ബൾക്കാണോ കട്ടാണോ എന്നും കൂടെ നോക്കിയിട്ട് കാലറിക് സർപ്ലസിൽ പോവാതെ നോക്കണം. ഇപ്പോൾ കട്ടാണെങ്കിൽ നിങ്ങൾ കാലറിക് ഡെഫിസിറ്റും ബൾക്കാണെങ്കിൽ നിങ്ങൾ കാലറിക് സർപ്ലസിലും ഡിസൈൻ ചെയ്യണം. അപ്പോഴത്തേക്ക് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഡയറ്റ് കാർബ് ലോഡർ ആയിരിക്കും. നിങ്ങൾ കാർബ് ഒരുപാട് കഴിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടിരിക്കുക. എൻ്റെ ഇത് 3ാമത്തെ റെക്കോർഡിങ്ങാണ്. കാർബ് ഒരുപാട് ആയിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് അത്ര ക്ലിയർ ആകത്തില്ല. ചെറിയൊരു ഇതും ഒരു അങ്ങനെയാണൊക്കെ തോന്നുന്നത്. ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നിങ്ങൾ കാർബ് കുറയ്ക്കാൻ നോക്കുക. പക്ഷേ നിങ്ങളുടെ ബോഡി ബിൽഡിംഗ് ഫേസ് ആണെങ്കിൽ കാർബ് മസ്റ്റാണ്. കാർബാണ് എനർജി സോഴ്സ്. നിങ്ങൾക്ക് നല്ല രീതിക്ക് വെയിറ്റ് ഒക്കെ പുഷ് ചെയ്യണമെങ്കിൽ കാർബ് എന്താണെങ്കിലും വേണം. പിന്നെ മിക്കപ്പോഴും അവോയ്ഡ് ചെയ്യുന്നൊരു കമ്പോണൻ്റാണ് ഫാറ്റ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനും വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബട്ടർ കഴിക്കും. സോ എഗ്ഗ് കുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ ജസ്റ്റ് ഇച്ചിരി ബട്ടറും കൂടി ഇട്ട് ബട്ടർ ഉപയോഗിച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എഗ്ഗിൽ ഫാറ്റ് കൂടുതല. പിന്നെ മിൽക്കും ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഫാറ്റും ഹെൽത്തി ഫാറ്റ് വേണ്ടതാണ്. നമുക്ക് ഓവറായി വരുന്നാൽ മതി. പിന്നെ നട്ട്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഏതൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മുട്ട ആഡ് ചെയ്യുക. മുട്ട എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ കഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡയറ്റീഷ്യനോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നിങ്ങൾ എത്രയെന്ന് വെച്ചാൽ അത്രയും കഴിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രീഷൻ്റെ കലവറയാണ്. അതിൻ്റെ അകത്ത് ഏകദേശം എല്ലാ ന്യൂട്രീൻസും ഉണ്ട്. ഞാൻ ഈ സൈഡിൽ ഫോട്ടോ എടുത്തേക്കാം. സോ എഗ്സ് ആഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ബ്ലഡ് വർക്ക് ചെയ്ത് ഡയറ്റ് ആൾട്ടർ ചെയ്യാൻ സമയമില്ലെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യുക. സോ അത്ര ഉള്ള ഡയറ്റിൻ്റെ കാര്യം.